അഷ്തർ ഭാഗം 2. ജാഫറിന്റെ അധോലോക സാമ്രാജ്യം തകർന്നപ്പോൾ അത് ആർക്കൊക്കെയാണ് നേട്ടമുണ്ടാക്കിയതെന്ന് ശിൽപ ചോദിച്ചു. ജാഫറിന് ഒരു മറഞ്ഞിരിക്കുന്ന മുഖമുണ്ടായിരുന്നു. അയാളുടെ ബിസിനസ്സുകൾ, മയക്കുമരുന്ന്, കള്ളപ്പണം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറ മാത്രമായിരുന്നു. ജാഫറിന്റെ സാമ്രാജ്യം തകർന്നപ്പോൾ അത് പലരുടെയും കണ്ണിൽപ്പെട്ടു. ജാഫറിന്റെ സ്വർണ്ണ വ്യാപാരം മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് സിംഹയായിരുന്നു. സ്വർണ്ണത്തിന്റെ വരവും ലഭ്യതയുമെല്ലാം സിംഹയുടെ മേൽനോട്ടത്തിലായിരുന്നു. തന്റെ വ്യാപാരങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നവരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുകയായിരുന്നു സിംഹയുടെ രീതി. ജാഫറിന്റെ മറ്റൊരു പങ്കാളിയായ മാർഷ മയക്കുമരുന്ന് വ്യാപാരമാണ് കൈകാര്യം ചെയ്തിരുന്നത്. മയക്കുമരുന്നിന്റെ നിർമ്മാണം, വിതരണം എന്നിവയെല്ലാം മാർഷയുടെ നിയന്ത്രണത്തിലായിരുന്നു. തനിക്കെതിരെ വരുന്ന എതിരാളികളെ സാവധാനമില്ലാതാക്കുകയായിരുന്നു മാർഷയുടെ രീതി. ജാഫറിന്റെ മറ്റു ബിസിനസ്സുകൾ നിയന്ത്രിച്ചിരുന്നത് ഗിർജയായിരുന്നു. ജാഫറിന്റെ വലംകൈയായിരുന്ന ഗിർജ ജാഫറിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനായിരുന്നു. ജാഫറിനെ അവർ 3 പേർക്കും ഭയമായിരുന്നു. ജാഫറിന്റെ വ്യാപാരങ്ങളിൽ ഏറ്റവും ശക്തമായത് ആയുധക്കടത്തായിരുന്നു. ജാഫറിന്റെ പതനത്തോടെ അയാളുടെ സാമ്രാജ്യം സ്വന്തമാക്കാൻ ഈ 3 പേരും തമ്മിൽ കടുത്ത മത്സരം നടന്നു. തങ്ങളുടെ ശക്തിയനുസരിച്ച് അവർ മത്സരിക്കുകയും ഒടുവിൽ ഗിർജ ജാഫറിന്റെ പിൻഗാമിയായി വരികയും ചെയ്തു. ഇത് സിംഹയ്ക്കും മാർഷയ്ക്കും ഗിർജയോടുള്ള പക വർദ്ധിപ്പിച്ചു. അധികാരം ലഭിച്ചതോടെ ഗിർജ അത് പ്രയോഗിക്കാൻ തുടങ്ങി. സിംഹയ്ക്കും മാർഷയ്ക്കും ഗിർജയെ ഭയമായി. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന തത്വത്തിൽ ഗിർജയെ തകർക്കാൻ മാർഷയും സിംഹയും ഒന്നിച്ചു. ജാഫറിന്റെ ഏറ്റവും വലിയ ശക്തി ആയുധവ്യാപാരമായിരുന്നു. അത് വിതരണം ചെയ്തിരുന്നത് ഗിർജയായിരുന്നു. ഗിർജയുടെ ഏറ്റവും വലിയ വരുമാനമാർഗം ഈ ആയുധവ്യാപാരമായിരുന്നു. ഇത് തകർക്കാൻ സിംഹയും മാർഷയും പദ്ധതിയിട്ടെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ഗിർജ സിംഹയുടെയും മാർഷയുടെയും മയക്കുമരുന്ന് ഫാക്ടറികൾ തകർത്തു. ഇതോടെ അവർക്ക് ഗിർജയെ കൂടുതൽ ഭയമായി. ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിർജയുടെ PA ഓടിക്കതച്ചെത്തി. "സാർ, നമ്മുടെ സ്വർണം വെച്ചിരുന്ന സ്ഥലം ആരോ ആക്രമിച്ച് സ്വർണം കവർന്നിരിക്കുന്നു" എന്നു പറഞ്ഞു. ഗിർജ പെട്ടെന്ന് ഭക്ഷണം നിർത്തി ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ PAയെ ചുമതലപ്പെടുത്തി. ദിവസങ്ങൾക്കുശേഷം PA തനിക്ക് ലഭിച്ച വിവരങ്ങൾ ഗിർജയ്ക്ക് കൈമാറി. തനിക്ക് ഒരു പുതിയ ശത്രുവുണ്ടായെന്ന് ഗിർജയ്ക്ക് അതിൽ നിന്ന് മനസ്സിലായി. ആരാണ് ഗിർജയുടെ പുതിയ ശത്രു? ആരാണയാൾ? ശിൽപ ചോദിച്ചു. "അക്കീർഫ," ഞാൻ തുടർന്നു. "നീ അറിഞ്ഞോ? ഗിർജയ്ക്കൊരു പുതിയ ശത്രു ഉടലെടുത്തിരിക്കുന്നു," സിംഹ മാർഷയോട് പറഞ്ഞു. "ആരാണവൻ? എങ്ങനെ അവൻ ഗിർജയുടെ ശത്രുവായി? അവന്റെ പേരെന്താണ്?" സംശയത്തോടെ മാർഷ തിരിച്ചു ചോദിച്ചു. "അക്കീർഫ," വാതിൽക്കൽ നിന്ന് ഉച്ചത്തിൽ ബലമുള്ള ശബ്ദത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് മാർഷയും സിംഹയും അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചു. ഉയരമുള്ള, ഉറപ്പുള്ള ഒരു രൂപം അവർക്ക് നേരെ നടന്നടുത്തു. "അക്കീർഫ, ഗിർജയുടെ പുതിയ ശത്രു, നിങ്ങളുടെ പുതിയ മിത്രം," അക്കീർഫ പറഞ്ഞു. പിന്നീട് അവർ ഒരുമിച്ച് ഗിർജയെ തകർക്കാൻ തീരുമാനിച്ചു. അക്കീർഫക്ക് എങ്ങനെയാണ് ഗിർജയുടെ ശത്രുതയുണ്ടായതെന്ന് മാർഷയ്ക്കും സിംഹയ്ക്കും അറിയില്ലായിരുന്നു. ശത്രുവിനെ തകർക്കാൻ ഒരു കൂട്ടാളിയും കൂടി എന്ന നിലയിലാണ് അക്കീർഫയെ അവർ കണ്ടിരുന്നത്. അക്കാലത്ത് ഗിർജയുടെ പ്രവർത്തനങ്ങളെല്ലാം രഹസ്യമായിരുന്നു. അക്കീർഫ ഗിർജയുടെ വിശ്വസ്തനായ ഒരാളെ പണം കൊടുത്ത് വിലക്കെടുത്തു. ഒരു ദിവസം രാവിലെ അക്കീർഫയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. "ഹലോ," അക്കീർഫ ഫോണെടുത്തു. "കഴിഞ്ഞ ദിവസം ഗിർജ 10,000 കോടിയുടെ കുഴൽപ്പണ കരാറിൽ ഒപ്പുവച്ചു. അത് തെലങ്കാനയിൽ നിന്നാണ് വരുന്നത്. റൂട്ട് മാപ്പും മറ്റു വിവരങ്ങളും ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്." ഇത്രയും പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ കുഴൽപ്പണവുമായി വന്ന തന്റെ ട്രക്ക് ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത ഗിർജയുടെ ചെവിയിലെത്തി. അക്കീർഫയുടെ ആളുകളാണ് തന്റെ ട്രക്ക് പിടിച്ചെടുത്തതെന്ന് ഗിർജയ്ക്ക് മനസ്സിലായി. ഗിർജയുടെ അതിർത്തി കടന്നുവരുന്ന ആയുധങ്ങൾ രഹസ്യവിവരം നൽകി പോലീസിനെക്കൊണ്ട് അക്കീർഫ പിടിപ്പിച്ചു. ഗിർജ അക്കീർഫയെ കൊല്ലാൻ ആളുകളെ ഏർപ്പാടാക്കിയെങ്കിലും അത് പരാജയപ്പെട്ടു. തന്റെ കൂട്ടത്തിൽ ഒരു ഒറ്റുകാരനുണ്ടെന്ന് ഗിർജയ്ക്ക് മനസ്സിലായി. തന്റെ ഇടയിലെ ചാരനെ ഗിർജ പിടികൂടി. ഗിർജയുടെ 300 കോടി കള്ളനോട്ടുകൾ വിദേശത്തുനിന്ന് വരുന്നുണ്ടെന്നും വരുന്ന വഴിയുമെല്ലാം അറിയിച്ചുകൊണ്ട് ഗിർജ തന്റെ ഇടയിലെ ഒറ്റുകാരനെക്കൊണ്ട് ഒരു വ്യാജ സന്ദേശം അക്കീർഫയ്ക്ക് കൊടുപ്പിച്ചു. സന്ദേശത്തിൽ പറഞ്ഞ സ്ഥലത്തുവെച്ച് അക്കീർഫ ഗിർജയുടെ ലോറികൾ തടഞ്ഞെങ്കിലും അതിൽ നോട്ടുകളുണ്ടായിരുന്നില്ല. തന്നെ കൊടുക്കാനുള്ള കെണിയായിരുന്നു അതെന്ന് അക്കീർഫയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. അക്കീർഫയും ഗിർജയും അവിടെ വെച്ച് ഏറ്റുമുട്ടി. അക്കീർഫ ഗിർജയെ കൊന്നു. തുടരും.